രാഹുൽ ലവ് 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 എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് ആ പെൺകുട്ടിയുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകളും മറ്റും കാണുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായ സംശയങ്ങൾ ഉണ്ടാക്കില്ലേ? സ്വാഭാവികമായി ഇത് എന്താ ഇങ്ങനെയൊന്ന് ചോദിക്കില്ലേ? ഇതുകൊണ്ട് ആ പരാതി തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. അതായത് ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം, പക്ഷേ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ? അപ്പം കോടതിക്ക് ഒരു ടേക്ക് കാണും. നമ്മുടെ മുമ്പിൽ എത്രയോ പേർ വ്യാജ പരാതിയിൽ പെട്ടിട്ടുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ അടക്കം, നിവിൻ പോളി അടക്കം, ശ്രീ ദിലീപ് അടക്കം എത്രയോ പേർ കള്ളപ്പരാതികളിൽ പെട്ട് കോടതി വിധി വന്നു, പോലീസിന്റെ കണ്ടെത്തൽ വന്ന കാര്യങ്ങളില്ലേ? അപ്പോൾ രാഹുൽ ചിലപ്പോൾ തെറ്റുകാരനായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്കെങ്ങനെ അറിയാം? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ ഒരു അവധാനത കാണിക്കണം. എല്ലാ കേസുകളുടെ കാര്യത്തിലും അവധാനത കാണിക്കണം. കോടതി പ്രഥമ ദൃഷ്ട്യാ തെറ്റുകാരനാണെന്ന് കാണുന്നത് വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമുള്ളതല്ല. ശ്രീ പി ശശി നിരപരാധിയാണെന്ന് 23 മാർച്ച് 2018 ബഹുമാനപ്പെട്ട കോടതി ഉത്തരവുണ്ട്. ശ്രീ മുകേഷിന് അനുകൂലമായി കോടതിയുടെ ഒബ്സർവേഷൻസ് ഉണ്ട്. എൽദോസ് എന്ന കോൺഗ്രസ് MLA അനുകൂലമായി കോടതിയുടെ ഒബ്സർവേഷൻസ് ഉണ്ട്. ശ്രീ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കോടതിയുടെയും ബാക്കിയുള്ള അന്വേഷണത്തിന്റെയും സമീപനങ്ങളുണ്ട്. അപ്പൊ രാഷ്ട്രീയ ദേഷ്യം തീർക്കാനായി എതിർകക്ഷിയിലെ ആൾക്കാരെ മോശമാക്കുന്നതിന് എന്താ ഗുണം? ഈ ശ്രീ PT കുഞ്ഞുമോഹന്റെ കേസ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്ത കോടതിയാണ്. അപ്പം നമ്മൾ കോടതിയായി അഭിനയിക്കരുത്. രാഹുൽ ഈശ്വർ കോടതിയല്ല, ശ്രീമതി ദിവ്യ കോടതിയല്ല. നമ്മൾ കോടതിയുടെ പ്രഥമ ദൃഷ്ടിയ ഒബ്സർവേഷൻ വരുന്നത് വരെ ഒരു അവധാനത കാണിച്ചില്ലെങ്കിൽ രാഹുൽ ഈശ്വർ തന്നെ ഇപ്പോൾ പറഞ്ഞ ചില ചാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവർ തമ്മിലുള്ള ഇന്റിമസിയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സമ്മതിച്ചു. പക്ഷേ അങ്ങനെ ഒരു പ്ലോട്ട് എല്ലാ കേസിലും നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചൂഷണം ചെയ്യാൻ വേണ്ടി. അടുപ്പം കാണിക്കുന്നു, സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു, വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകുന്നു, വല്ലാത്തൊരു ഇന്റിമസി ഉണ്ടാക്കുന്നു, സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാക്കുന്നു. അതിനുശേഷം പിന്നീട് ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കറിവേപ്പില പോലെ അങ്ങ് തള്ളുന്നു. പിന്നീട് ഒരു കോണ്ടാക്ട് ഇല്ല, ബ്ലോക്ക് ചെയ്യുന്നു. അതൊരു സെക്ഷൽ പെർവേർട്ടിന്റെ ലക്ഷണമല്ലേ ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനെ ചെയ്തെങ്കിൽ 100% തെറ്റാണ്. അല്ല, അങ്ങനെ ചെയ്തെന്ന് ആ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നൊന്നും മനസ്സിലാകുന്നില്ലേ രാഹുൽ ഈശ്വറിന്? എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇപ്പോ പുറത്തു വന്നത് ഞാൻ കണ്ടത് മീഡിയ വണ്ണും ബാക്കി ചാനലും കണ്ടത് ഫ്ലാറ്റിനെ സംബന്ധിക്കുന്ന ഒരു ചാറ്റാണ്. അതിൽ നിന്ന് എത്രയോ പരാതികൾ